എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. നമ്മളിവിടെ പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നത് പോലെ പാവംകുട്ടിയും ഷെഫീന ബീഗവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യകാരണങ്ങളെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാൽ ചിലർക്കൊന്നും ഇതേക്കുറിച്ചിട്ടൊന്നും ഒരു അറിവുമില്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ, നമ്മുടെ പാവംകുട്ടി വന്നിട്ട് ഫാദർ നോബൽ ഫിലിപ്പിനെ വിഷപ്പാമ്പെന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്ത ഈ പറയുന്ന ഫിറോസിനെയും കുറ്റം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പലരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഷെഫീന ബീബി അവരുടെ ചാനലിൽ അവർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഫാദർ വന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ ഈ പറയുന്ന പാവം കുട്ടിയും കൂട്ടാളികളും കൂടി വന്നിട്ട് ഫാദറിനെ അറഞ്ചം പുറഞ്ചം പറയുകയാണ്, പരിഹസിക്കുകയാണ് ഇവര്. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛോ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ ന്യായത്തിന് കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടേനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് പറട്ടെ മുന്നോട്ട് നീങ്ങിക്കൊള്ളാൻ അവളടുത്ത് പറയുന്നു. ഞാൻ ഇന്ന് വീട്ടിൽ നാളെ വീട്ടിൽ കാണുകയല്ലേ നമ്മുടെ മിറ്റത്തെ അച്ഛന്റെ വീട്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദ പ്രാർത്ഥിച്ചിരിക്കും. ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ദാനം കൊടുക്കുന്നത് നല്ല പുണ്യ പ്രവൃത്തിയാണ്, അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്തു. ഇനി ഇത് ഞാൻ കൊടുത്തയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ? അച്ഛൻ്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ട് പറയുവാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്, നമ്മൾ ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയ വൈറലുമായി. പിന്നെ അതിന്റെ പുറമെ നടന്ന് ഇതാക്കരുത്. അതാണെങ്കിൽ ഈ വരുന്ന ഈ യൂട്യൂബിൽ ഇടുന്നവരുടെയൊക്കെ വ്ലോഗിന് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത്. പിന്നെ വേറെ ഒരാൾ അപ്പോൾ എന്തിനാണ് ഫാദറിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഷെഫീന ബീഗവും അതുപോലെ തന്നെ ഈ പാവംകുട്ടിയും തമ്മിൽ നേരത്തെ തന്നെ ചില ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ബിഷപ്പിനെ ആ ഒരു വിഷപ്പാമ്പ് എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം ഉണ്ടായപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഷെഫീന ബീബി വന്നിട്ട് ഇറങ്ങിപ്പോടി, നിനക്ക് നാണമില്ലേ ആ ഒരു ബിഷപ്പ് ദാനം തന്ന ആ ഒരു വസ്തുവിൽ കിടന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ പുലഭ്യം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് കുരുപൊട്ടി. അങ്ങനെ ആ ഒരു പൊട്ടലും ഒലിപ്പും കുറേ നാളുകൊണ്ട് ഇങ്ങനെ നടന്നു പോരുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ഫാദറിനെ, ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഫാദറിനെ, അതായത് ഈ പറയുന്ന പാവംകുട്ടിക്ക് വസ്തു കൊടുത്ത ആ ഒരു ഫാദർ ഈ പറയുന്ന ഷെഫീനയുടെ ചാനലിൽ വന്നിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന പാവംകുട്ടിയെ പറ്റിയിട്ട് തെറി വിളിച്ചതിനൊന്നും അല്ല അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. അതായത് ഇവർ ലൈവിൽ വന്ന സമയത്ത് അവർ ഒരു വീക്ക് ചെയ്ത വീഡിയോ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് ഫിലിപ്പ് അദ്ദേഹം വന്ന് അതിനകത്ത് 2-3 കമന്റ്സ് എഴുതിയിരുന്നു. ആക്ച്വലി ഞാൻ എന്റെ ഇന്നലത്തെ ലൈവ് ഒരുപാട് വിഷയങ്ങളെ ആധികാരികമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, 1-2 വിഷയമല്ല. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. 1 വീക്കിൽ ഞാൻ ചെയ്ത വീഡിയോസിന്റെ എല്ലാം ഒരു രത്ന ചുരുക്കമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നടത്തിയ കുറെ ഫൈറ്റ്സ്, സ്ട്രഗിൾ, ഇതൊക്കെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളി അതിനകത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുണ്ട്, സപ്പോർട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇത് കണ്ട ഉടനെ അവിടെ കുരുപൊട്ടിയിട്ട് ഈ രേണുവിന്റെ കൂടെയുള്ള എന്തിനേച്ചിയും കൂടെ അവിടെ കിടന്ന ആടുന്നു. നീ നാക്കെടുത്ത് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടി. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ ഈ പറയുന്ന കൂട്ടാളികളും അതുപോലെ വീട്ടുകാരൊക്കെ പറഞ്ഞു അത്രേ ഇതിനെതിരെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ നമ്മുടെ പാവംകുട്ടി പൂരത്തെറിയുമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പാവംകുട്ടി. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു പാവംകുട്ടിയുടെ അണ്ണാക്കിൽ നിന്നും വരുന്ന വാക്കുകൾ, പാവം പിടിച്ച വാക്കുകളാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് കേട്ടിട്ട് വരാം. അടക്കവായില്ലേടി നിനക്ക്, നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നു. നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്, എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി വീവി. നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസതിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാർ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ, നിനക്ക് അടക്കവായില്ലേടി നിനക്ക്, നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നു.
അപ്പോൾ ഇതാണ് ഈ ഒരു പാവംകുട്ടിയുടെ സ്വഭാവം. അപ്പോൾ പാവംകുട്ടി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പാവംകുട്ടി പണ്ടത്തെ കണക്ക് റീൽസും ചെയ്ത് കുഞ്ഞണം കാട്ടിക്കൊണ്ട് നടന്ന പൊസിഷനിൽ നിന്നും കുറച്ചുകൂടിയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞാൽ അറിയത്തക്ക ഒരു നിലയിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാവംകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പാവംകുട്ടി കൂതറ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പാവംകുട്ടിയുടെ ഇമേജിന് തന്നെയാണ് ദോഷമായിട്ട് വരിക, അല്ലാതെ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനൊന്നും ഒരു ഉണ്ടാക്കും സംഭവിക്കില്ല. പ്രത്യേകിച്ചും പാവംകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഷെഫീന ബീബി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർക്ക് നേരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വെറുതെ പറഞ്ഞ് നിങ്ങളുടെ നാവിൻ്റെ വെള്ളം വറ്റാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സംസാരം നിർത്തണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ അവരുടെ നാക്ക് ചവിട്ടി പിഴുതെടുത്താൽ പോലും അവരുടെ നാക്ക് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു നാവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നാവിനെ നിശ്ചലമാക്കാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ വെറുതെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ചിലച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ള ഊർജ്ജം കളയാനും പിന്നെ കുറേ അധികം പേർക്ക് നിങ്ങളെ ഇഷ്ടമുള്ളവരിൽ പോലും നിങ്ങളെ നെഗറ്റീവ് ആക്കി മാറ്റാൻ മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അവർ മറ്റവളെ എന്ന് വിളിച്ചാൽ, നിങ്ങൾ വന്നിട്ട് മറിച്ചവളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരതിനും മീതെ ഉള്ളത് തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ അതിനേക്കാളും താഴേക്ക് നിങ്ങൾ പോവേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭയങ്കര ഇമേജൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ പാവം കുട്ടി എന്നുള്ള ഒരു ഇമേജൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് താഴേക്ക് പോകും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പാവം കുട്ടി വന്നിട്ട് നമ്മളെയും തെറി വിളിക്കും, നിങ്ങൾ ആരാ പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വീട് കെട്ടാനായിട്ട് പുരയിടം കൊടുത്ത ബിഷപ്പിനെ പച്ചത്തെറി വിളിക്കുന്നു, വീട് കെട്ടിക്കൊടുത്ത ഫ്രീ ആയിട്ട് കെട്ടിക്കൊടുത്ത ഫിറോസിനെ തെറി വിളിക്കുന്നു, മതിൽ കെട്ടിക്കൊടുത്ത മറുനാടനെ പച്ചത്തെറി വിളിക്കുന്നു. അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കൊച്ചിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഷെഫീന ബീബിയോടൊക്കെ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെയുള്ള നാവ് ചവിട്ടി പുഴുത്ത് ദൂരോട്ടെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു നാവ് അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നാവിനെ നിശ്ചലമാക്കാനൊന്നും നിങ്ങൾ വിചാരിച്ച സാധിക്കുകയില്ല. പിന്നീടെന്ന് വെച്ചാൽ ഇതിൻ്റെ മറുപടി, ഈ പാവം കുട്ടി കൊടുത്തതിൻ്റെ മറുപടിയുമായിട്ട് ഈ പറയുന്ന ഷെഫീന ബീബി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വരാം. രേണു എന്ന് പറയുന്ന ആ വിഷജന്തു വീണ്ടും കിടന്നുകൊണ്ട് അലർന്നുണ്ട്. ഈ നമ്മൾ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വരുന്നത്. എന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളിൽ വലിച്ചിടുന്നത് കൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇന്ന് പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ തന്തയുടെ ജാതി പറഞ്ഞത്. അല്ലടി കൂറച്ചി, നിന്റെ തന്തയുടെ ജാതി എന്തെന്ന് അല്ല എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചു. എനിക്കറിയത്തില്ല. തേയില നുള്ളാമെന്ന കൂട്ടമാണെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെ. അതായത് നീ മലയാളി പോലും അല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അതിൽ വേറെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തമൊക്കെ നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോടി എന്തിരച്ചി അലവലാതി യസ്മൂഞ്ചി തക്കാളി നാക്കാളി മോളെ പോയി തരത്തി പോയി കളി നാറി നാണം കെട്ടവളെ എടി പിച്ചക്കാരി. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി നാറി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. കണ്ടവന്റെ വീട്ടിൽ പെറ്റ് കിടക്കാതെ ഇറങ്ങിപ്പോടി നാറി. നിന്റെ തന്തയെ പറഞ്ഞാൽ നീ എന്തോന്ന് ചെയ്യുവോ? നിന്റെ തന്തയുടെ തന്തയും നിന്റെ മുത്തപ്പനെയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അലവലാദികളാണടി, തെണ്ടികളാണടി. അതുകൊണ്ടാണ് മോളെ പിച്ച എടുക്കാൻ വിട്ടിട്ട് അവരെ കൊണ്ട് പിച്ച എടുപ്പിച്ചിട്ട് ആ പിച്ച തന്നോണ്ടിരിക്കുന്ന പിച്ചക്കാരൻ നാറിയാണെങ്കിൽ നിന്റെ തന്ത. നീ എന്തോ ചെയ്യാൻ പോണ്? ഇത്ര പറഞ്ഞാൽ നീ എന്തോ നീ എന്നെ ചെയ്യുവോ? മുക്കി കയറ്റുവോ? പാടി വരുമ്പോ ഉണ്ടേ നാറി. മാപ്പിള എന്ന് പറഞ്ഞ ഒരുത്തനെ കൊച്ചപ്പനോട് നടന്ന് അവൻ ചത്തപ്പം അവന്റെ ഔദാര്യത്തിൽ അവൾ തേങ്ങാക്കൊല ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ചെപ്പീനടുത്ത് കളിക്കാൻ വരല്ലേ മലരെ. പിന്നെ നീ ഇതിനൊരു കേസൊക്കെ കൊണ്ടു കൊടുത്തത് ആ പോലീസുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള സാധനം ഇവിടെ എടുക്കുന്നില്ല. കേസങ്ങ് എടുത്ത് ഷെബീന അത് കോടതിയിൽ കളിക്കണം. ഇങ്ങോട്ട് തെറി വിളിക്കുന്നത് കേൾക്കുന്നില്ല. അല്ലയോ ഒരു കാര്യമില്ല. ഷെബീന ബീവി ഇതാണല്ലോ എന്റെ പേര് പറയാനായിട്ട് അന്തിരച്ച് നാറി കുപ്പത്തൊട്ടി നോക്കാളി മോളെ നേരിട്ട് കൊണ്ടോ നിന്റെ ചെവിടെ അടിച്ചാൻ പൊട്ടിക്കും പന്നീര മോളെ പന്നാലോ അല്ലാതെ. തങ്കച്ചൻ ആരടി? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയെന്ന് കേട്ടിട്ടിരിക്കുന്നു. അപ്പോഴാണ് അവള് വന്നേക്കുന്നത്. തങ്കച്ചൻ ഏത് കൂതറ അലോലാതെ എനിക്ക് എന്ത് മൈരി അവൾ ഒന്നേക്കാണ് കൂതറ തങ്കച്ചന്റെ കഥയും പറഞ്ഞുകൊണ്ട്. കൂതറ തങ്കച്ചൻ ആരടി? നാറി. തന്തയ്ക്ക് പറഞ്ഞവനാണ് അന്തസ്സുള്ളവനാണെങ്കിൽ മോളെ കൊണ്ടുപോയി നല്ലൊരു വീടുണ്ടാക്കി ഒരു കുടിലുണ്ടാക്കി അതിനകത്തോണ്ട് ഇരുത്തുന്നോടി നാറി. അങ്ങനെയാണ് തന്തമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പാവം കുട്ടിയോട് പറയുന്നത്, നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ തരത്തിൽ കിടന്ന് കളിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കളിക്കുമ്പോൾ നമ്മൾ തരത്തിൽ പോയി കളിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെയൊക്കെ നിങ്ങൾ മുട്ടാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ കൂറ സ്വഭാവം പുറത്തേക്ക് വരത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഈ ഒരു സംഭവത്തിൽ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും ഈ പറയുന്ന ഷെഫീന ബീവി ഇവരുടെ അച്ഛൻ്റെ കാസ്റ്റിനെ പറ്റിയല്ല അവർ പറഞ്ഞത്, ജാതിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടുകാരിയാണ്, തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ്, തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾ, ആ ഒരു രീതിയിലേ പറയുന്നുള്ളൂ. അതായത് ഇവർ ഈ പറയുന്ന പുള്ളിക്കാരത്തി മലയാളി പോലും അല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ അപ്പനെ പറഞ്ഞു അമ്മയെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പുള്ളിക്കാരത്തി ഈ ഒരു പാവം കുട്ടി വന്നിരിക്കുകയാണ്.
കാരണം നിയമത്തെക്കുറിച്ചിട്ടൊക്കെ എന്ത് പറയാം എന്ത് പറഞ്ഞൂടാ എന്നൊക്കെ അത്യാവശ്യം നിയമവശങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിങ്ങൾ വിറപ്പിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവരങ്ങനെ പറഞ്ഞിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു വാക്കിൽ എവിടെയാണ് നിങ്ങളെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിന് അതിനേക്കാളേറെ 10 മടങ്ങിലുള്ള നല്ലൊരു മറുപടി ഈ ഷെഫീന ബീവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കേട്ടിട്ട് വരാം. ഞാൻ പറഞ്ഞത് അവളെ ഒരു എന്താ അവളെ ജാതി ഞാൻ പറഞ്ഞത്. നിന്റെ ജാതി എന്തരടി കൂറേ? നിനക്ക് ജാതി ഉണ്ടാ? നിനക്ക് മതം ഉണ്ടാ? നീ ക്രിസ്ത്യാനി ആയതിലുള്ള ആ വിരോധാഭാസമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിരീശ്വരവാദോ യുക്തിവാദോ ഒക്കെ തലേ കയറിയിട്ടായിരിക്കും നമ്മൾ ഈ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും പറയാം, ആലോചിക്കുക സൂത്രം എന്നൊക്കെ പറയും. നമ്മൾ വിശ്വാസിയല്ല, അതുകൊണ്ട് നമ്മൾ അതൊക്കെ പറയും. ഇവള് വിശ്വാസിയാണെന്നല്ലേ പറയണത്. ഒരു മതത്തിൽ നിന്ന് ആ മതവിശ്വാസത്തിനെ അവഹേളിച്ചുകൊണ്ട് അതിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് കയറിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അച്ഛനാ ഇത് കൊള്ളാം അല്ലേടി നാറി. എടി നിനക്ക് അവിടെ കിടന്ന് ബാർ ഡാൻസ് കളിക്കണം. അവള് ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന പോലെ വീട് തന്നെ ഒരു ബാറാക്കി വെച്ച് അതിനകത്ത് കിടന്ന് അറുമാദിക്കലാണ് അലവലാതി. അതിനകത്തുള്ള അറുമാച്ച് കൂത്തടിക്കുക, ആലവലാതി, തേണ്ടി പിച്ച എടുത്താണ് തീറ്റി. പിച്ച എടുത്ത് തിന്നിട്ട് പിന്നെ ആ പിച്ച തന്നവരെ തെറി വിളിക്കുന്ന ഒരു പ്രത്യേക തരം ജന്മം. ഇതില് ജഗതിയുടെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, മോഹൻലാലും ഒക്കെ ആയിട്ടുള്ളത്? കള്ളു വാങ്ങിച്ചു കുടിക്കും മോഹൻലാലിന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് കുടിച്ച് തീരുന്നതിന് മുമ്പേ മോഹൻലാലിനെ പച്ചത്തറി വിളിക്കും. അതാണ് കളി. കള്ള് കിട്ടുന്നതിന് ഇരന്ന് തെണ്ടി പിച്ച എടുത്തിട്ടാണ് ആ കള്ള് കിട്ടുന്നത്. കിട്ടിയ കള്ളങ്ങോട്ട് കിട്ടിയ ഉടനെ എടുത്ത് വെച്ച് ആ കൊടുത്തവനെ ചിത്തറി വിളിക്കുന്നത്. കിട്ടിയ കൈക്ക് കഴിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം. അല്ല വേറെ എന്താണ്? ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ മിണ്ടാതിരിക്കാനുള്ള സാമാന്യ ബോധം വേണ്ടായോ? അതിന് പകരം അത് വാങ്ങി നക്കിയതിന് ശേഷം അയാളെ തന്നെ പച്ചത്തെറി വിളിക്കുന്നത്. നീ ജാതി പറയടി, എടി എച്ചൽ നാറി, നീ ജാതി പറ. എന്തടി നിന്റെ ജാതി? അറിയാൻ പറ്റും. നീ മനുഷ്യജാതിയല്ല, മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല. അതിനൊന്നും മനുഷ്യജാതി എന്ന് പറയാൻ ഒക്കത്തില്ല. അമ്മാതിരത്തെ ഡയലോഗ് കൊണ്ട് ഇറങ്ങില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് വയറ് നിറച്ച് കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ മറുപടിയുമായിട്ട് വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. മറ്റൊന്നുകൊണ്ടും അല്ല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പോലും പറയുക, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിശ്ചലമാക്കാൻ പറ്റുന്ന നാക്കല്ല അത്. അതങ്ങനെ പലരും സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പലരും സോഷ്യൽ മീഡിയയിൽ ഇവരുമായിട്ട് മുട്ടിയിട്ട് ഇവരുടെ നാവിനെ നിശ്ചലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് നിങ്ങളെക്കാളും വലിയ പുള്ളികൾ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ ഒട്ടും നടക്കാൻ പോകുന്നില്ല. കാര്യം പുള്ളിക്കാരത്തി സംസാരിക്കുമ്പോൾ പുള്ളിക്കാരത്തിക്ക് അറിയാം എന്ത് സംസാരിക്കാം, ഏത് സംസാരിച്ചുകൂടാ എന്നൊക്കെ നല്ല ബോധമുള്ള ആൾ തന്നെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഉള്ള എനർജി പാഴിക്കളയാതെ നിങ്ങൾ നല്ല രീതിയിൽ റീൽസൊക്കെ ഇട്ട് ഷോർട്ട് ഫിലിമൊക്കെ പിടിച്ച് ബാർ ഡാൻസ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവുക. ലക്ഷം പിന്നാലെ ഉണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ അധിക്ഷേപിച്ച് പറഞ്ഞതിനെ പറ്റി പറഞ്ഞതുപോലെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ആ ഫാദർ ലക്ഷം പിന്നാലെ ഉണ്ടെന്ന് ജനങ്ങൾ പറയും. പക്ഷേ ഫാദർ മുന്നോട്ട് നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെയല്ല. അതിലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും വളരെ മോശമായിപ്പോയി. ആ ഒരു വൈദികൻ തന്ന വസ്തുവിനകത്ത് കിടന്നിട്ട് ആ ഒരു വൈദികനെ നിങ്ങളിങ്ങനെ നിരന്തരം അപമാനിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പൈസ കൊടുത്ത് നിങ്ങളുടെ പേരിലേക്ക് വസ്തു ആക്കുക, അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ആ ഒരു വൈദികനെ അപമാനിക്കുന്നതെങ്കിലും നിർത്തുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ പാവം കുട്ടിയുടെ പാവം കമൻറ്റുകളികളൊക്കെ ഉണ്ടെങ്കിൽ പാവമായ കമൻറ്റുകൾ ഇട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.